എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. ഡെയിലി അപ്ഡേറ്റിലേക്ക് എല്ലാ ആളുകൾക്കും സ്വാഗതം. നാളെ ഓഗസ്റ്റ് 13-ാം തീയതിയും തുറന്നുള്ള ദിവസങ്ങളിലും നിങ്ങൾ ശ്രദ്ധിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് ഈ ഒരു വീഡിയോയിൽ വ്യക്തമാക്കുന്നത്. വീഡിയോയുടെ വിശദാംശങ്ങളിലേക്ക് കടക്കുന്ന മുമ്പ് കൂടുതൽ ആളുകളിലേക്ക് ഇൻഫർമേഷൻ എത്താൻ ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഫേസ്ബുക്കിലൂടെ കാണുന്ന ആളുകൾ ഫോളോ ചെയ്യുക. വീഡിയോയുടെ വിശദമായ വിവരങ്ങളിലേക്ക് വരാം. സംസ്ഥാനത്തെ പെൻഷൻ വിതരണത്തിൽ സഹകരണ ബാങ്കുകളെ പൂർണ്ണമായും ഒഴിവാക്കാനാണ് ഇപ്പോൾ സംസ്ഥാന സർക്കാർ തീരുമാനിച്ചിട്ടുള്ളത്. വീടുകളിലൂടെ പെൻഷൻ വിതരണം ചെയ്യുന്നതിന് സഹകരണ ബാങ്കുകളെ ഒഴിവാക്കി എല്ലാവർക്കും ബാങ്ക് അക്കൗണ്ട് എടുക്കുന്നതുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ നേരത്തെ വ്യക്തമാക്കിയതാണ്. അതോടൊപ്പം തന്നെ കിടപ്പ് രോഗികൾക്കും വികലാംഗർക്കും വീടുകളിൽ പെൻഷൻ എത്തിച്ചു നൽകാനും സഹകരണ ബാങ്കുകളെ ഒഴിവാക്കാൻ തന്നെയാണ് സർക്കാർ തീരുമാനിച്ചിട്ടുള്ളത്. ഇതിനുവേണ്ടി തപാൽ വകുപ്പുമായിട്ട് ഇപ്പോൾ ധനവകുപ്പ് ചർച്ച നടത്തിയിട്ടുണ്ട്. പോസ്റ്റ് ഓഫീസ് വഴി പെൻഷൻ വീടുകളിലേക്ക് എത്തിക്കാനാണ് സംസ്ഥാന സർക്കാർ ഇപ്പോൾ തീരുമാനിച്ചിട്ടുള്ളത് എന്നാണ് വിവരം. അന്തിമ ധാരണയായി കഴിഞ്ഞാൽ ഈ കാര്യം വ്യക്തമാക്കുന്നതാണ്. അതുകൊണ്ട് തന്നെ ഇതിനൊരു ധാരണ ാകുന്നതുവരെ നിലവിലെ രീതിയിൽ തന്നെ പെൻഷൻ വിതരണം തുടർന്നേക്കാനാണ് സാധ്യത. ഓണ പെൻഷൻ മാത്രമല്ല, വരുന്ന 2 മാസം കൂടിയും വീടുകളിലേക്ക് പെൻഷൻ സഹകരണ ബാങ്കുകൾ മുഖേന തന്നെ എത്താനാണ് സാധ്യത. അതേസമയം വാർത്ത വന്നതിന് പിന്നാലെ ബാങ്ക് അക്കൗണ്ടുകളിൽ പെൻഷൻ ഗുണഭോക്താക്കൾ പുതിയ അക്കൗണ്ട് തുറക്കുന്ന തിരക്ക് തുടങ്ങിയിട്ടുണ്ട്. സംസ്ഥാനത്തെ 30 ലക്ഷത്തിലധികം ആളുകൾക്ക് പുതുതായി അക്കൗണ്ട് എടുക്കേണ്ടി വരും. ക്ഷേമ പെൻഷൻ തുടങ്ങിയ സമയത്ത് സേവനയിൽ ബാങ്ക് അക്കൗണ്ട് ഡീറ്റെയിൽസ് നൽകാത്ത ആളുകൾക്കാണ് പുതിയ അക്കൗണ്ട് എടുക്കേണ്ടി വരിക. അക്കൗണ്ട് എടുക്കുന്നതിന് തിരക്ക് ഒഴിവാക്കാൻ നേരത്തെ ഒരു അക്കൗണ്ട് എടുത്തു വെക്കുന്നതാകും നല്ലത്. SBT, ഫെഡറൽ ബാങ്ക്, കാനറ ബാങ്ക്, HDFC, സൗത്ത് ഇന്ത്യൻ ബാങ്ക് ഉൾപ്പെടെയുള്ള ഏത് ബാങ്കിൽ വേണമെങ്കിലും അക്കൗണ്ട് എടുക്കാവുന്നതാണ്. ഇന്ത്യ പോസ്റ്റ് പേയ്മെന്റ് അക്കൗണ്ട് ഉണ്ട് എങ്കിലും അതിലേക്കും പെൻഷൻ വരുന്നതിന് വേണ്ടി രേഖാസമർപ്പണം നടത്താവുന്നതുമാണ്. പെൻഷന്റെ കാര്യത്തിൽ ഓരോ കാര്യവും ചെയ്യാൻ പറയുന്ന സമയത്ത് തന്നെ ചെയ്യാൻ വേണ്ടി ശ്രദ്ധിക്കുക. ഇല്ല എങ്കിൽ പെൻഷൻ മുടങ്ങുന്ന സാഹചര്യം ഉണ്ടാകും എന്ന് എല്ലാവരും ഓർക്കുകയും ചെയ്യുക. നിലവിൽ ഇപ്പോൾ വരുമാന സർട്ടിഫിക്കറ്റ് നൽകാത്തത് കൊണ്ട് നിരവധി പേരുടെ പെൻഷനാണ് മുടങ്ങിക്കിടക്കുന്നത്. നമ്മൾ നിരന്തരം പല തവണ പറഞ്ഞിട്ടും അതൊന്നും നൽകാത്ത ഒരുപാട് ആളുകളാണ് ഈ പെൻഷൻ മുടങ്ങിയ ദുരാവസ്ഥ പങ്കുവെക്കുന്നത്. ഈ മാസം പല ആളുകളും വരുമാന സർട്ടിഫിക്കറ്റ് നൽകിയിട്ടുണ്ട് എങ്കിലും ഓണത്തിന് വിതരണം ചെയ്യുന്ന പെൻഷൻ അവർക്ക് ലഭിച്ചേക്കില്ല. മസ്റ്ററിംഗ് നടപടികൾ ഇപ്പോൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇനിയും ചെയ്യാത്ത ആളുകൾ ഉടനെ ചെയ്യാൻ ശ്രദ്ധിക്കുക. ചെയ്യുമ്പോൾ ബയോമെട്രിക് മസ്റ്ററിംഗ് പരാജയപ്പെടുകയാണ് എങ്കിൽ പിന്നീട് ലൈഫ് സർട്ടിഫിക്കറ്റ് സമർപ്പിക്കണം. അതിനുള്ളൊരു സാവകാശം നമുക്ക് ലഭിക്കേണ്ടതുണ്ട്. അതുകൊണ്ട് തന്നെ എത്രയും വേഗം അക്ഷയയിലെത്തി മസ്റ്ററിംഗ് ചെയ്യുക. എത്താൻ കഴിയാത്ത ആളുകൾക്ക് വീടുകളിലെത്തി മസ്റ്ററിംഗ് ചെയ്യുന്നതിന് വേണ്ടി അക്ഷയ ജീവനക്കാരെ ഈ കാര്യം അറിയിക്കുക. അവരുടെ ഒഴിവിനനുസരിച്ച് ആ കാര്യം ചെയ്യുന്നതാണ്. മസ്റ്ററിംഗിന് വേണ്ടി വാർഡുകൾ കേന്ദ്രീകരിച്ച് ക്യാമ്പുകൾ സംഘടിപ്പിക്കുന്നതാണ്. ഓണ പെൻഷൻ വിതരണം ഉടനുണ്ടാകും. അതിൻ്റെ ഒരു പ്രഖ്യാപനം നാളെയോ മറ്റന്നാളോ തന്നെ എത്തുന്നതായിരിക്കും. ഇന്ന് അവധിയായിരുന്നു. അപ്പോൾ വരും ദിവസങ്ങളിൽ തന്നെ ഓണ പെൻഷൻ പ്രഖ്യാപിക്കും. 15-16 തീയതികളിലേക്കായിട്ട് വിതരണം ആരംഭിക്കാനാണ് സാധ്യത. കൃത്യമായിട്ടുള്ള ഒരു 16-ാം തീയതി ഇപ്പോൾ ഞായറാഴ്ചയാണ്. ഇതിന് ശേഷം 17-ാം തീയതി തിങ്കളാഴ്ച മുതലൊക്കെ ആയിട്ട് വിതരണം ആരംഭിക്കാനായിരിക്കും സാധ്യത. 25-ാം തീയതിക്ക് മുമ്പായിക്കൊണ്ട് കയ്യിലും പെൻഷൻ വിതരണം പൂർത്തീകരിക്കുന്നതാണ്. ഓണത്തിന് നീല വെള്ള റേഷൻ കാർഡുള്ളവർക്ക് 10 കിലോ സ്പെഷ്യൽ അരി 10-ാം തീയതി മുതൽ വിതരണം ആരംഭിച്ചിരുന്നു. ഈ അരി കുക്കറിൽ വേവിക്കരുത് എന്ന നിർദ്ദേശമാണ് ഭക്ഷ്യവകുപ്പ് റേഷൻ കടക്കാർക്ക് വാക്കാൽ നൽകിയിട്ടുള്ളത്. സാധാരണ റേഷൻ അരിയേക്കാൾ പെട്ടെന്ന് വേവുന്ന അരിയാണ് സ്പെഷ്യൽ അരി കൊണ്ട് 26 രൂപ നിരക്കിൽ നീല വെള്ള റേഷൻ കാർഡുള്ളവർക്ക് വിതരണം ചെയ്തു തുടങ്ങിയിട്ടുള്ളത്. ഈ അരി കുക്കറിൽ വേവിച്ചാൽ ചോറ് വെന്ത് കുഴഞ്ഞു പോകും എന്നും ഇക്കാര്യം പ്രത്യേകം പറഞ്ഞ് മനസ്സിലാക്കണമെന്നും റേഷൻ വ്യാപാരികളോട് വാക്കാൽ നിർദ്ദേശിച്ചിട്ടുണ്ട്. നിലവിൽ നീല വെള്ള റേഷൻ കാർഡുള്ളവർക്കാണ് റേഷൻ ഭക്ഷ്യധാന്യത്തിന് പുറമെ അധികമായി 10 കിലോ അരി 26 രൂപ നിരക്കിൽ വിതരണം ചെയ്യുന്നത്. പിങ്ക് റേഷൻ കാർഡിന് 10 രൂപ 90 പൈസ നിരക്കിൽ 3 കിലോ അരിയും ഈ അരി ലഭിക്കുന്നതാണ്. ഈ അരികൾക്കാണ് പ്രത്യേകം നിർദ്ദേശം നൽകിയിട്ടുള്ളത്. സാധാരണ റേഷൻ കടകളിലൂടെ വിതരണം ചെയ്യുന്നത് ഫോർട്ടിഫൈഡ് റൈസ് ആണ്. സമ്പുഷ്ടീകരിച്ച ഈ അരി വിളർച്ച, വളർച്ചക്കുറവ്, വൈറ്റമിൻ ബി കുറവ് എന്നിവയ്ക്ക് പരിഹാരമായിട്ടാണ് റേഷൻ കടകളിലൂടെ സമ്പുഷ്ടീകരിച്ച അരി വിതരണം ചെയ്യുന്നത്.
എന്നാൽ ഓണം സ്പെഷ്യൽ അരി സാധാരണ പൊതു വിപണിയിൽ നിന്നും വില കൂടി വാങ്ങുന്ന അരിയാണ്. പുറത്ത് 45 മുതൽ 60 രൂപ വരെ വില വരുന്ന അരിയാണ് ഇത്തവണ റേഷൻ കടകളിലൂടെ 26 രൂപ നിരക്കിലും 10 രൂപ 90 പൈസ നിരക്കിലും വിതരണം ചെയ്യുന്നത്. മഞ്ഞ റേഷൻ കാർഡിനുള്ള ഓണക്കിറ്റ് വിതരണവും ആരംഭിച്ചിട്ടുണ്ട്. 10-ാം തീയതി മുതലാണ് ആരംഭിച്ചത്. സ്റ്റോക്ക് എത്തിയിട്ടുള്ള കടകളിൽ ഇതിനകം വിതരണം ആരംഭിച്ചിട്ടുണ്ടാവും. കിട്ടിയിട്ടുള്ളവർ താഴെ നിന്ന് കമന്റായി രേഖപ്പെടുത്തുക. ഇതുകൂടാതെ മഞ്ഞ റേഷൻ കാർഡിന് 30 കിലോ അരിയും 2 കിലോ ഗോതമ്പും 3 പാക്കറ്റ് ആട്ടയുമുണ്ട്. അരിയും ഗോതമ്പും ഭക്ഷ്യകിറ്റും സൗജന്യമാണ്. ഒരു ആട്ടയ്ക്ക് 7 രൂപ വീതം നൽകണം. പിങ്ക് റേഷൻ കാർഡിലെ ഓരോ അംഗങ്ങൾക്കും 4 കിലോ വീതം അരിയും 1 കിലോ ഗോതമ്പും ലഭിക്കുന്നതാണ്. മൊത്തം ലഭിക്കുന്ന ഗോതമ്പിൽ നിന്നും 4 കിലോ ഗോതമ്പ് കുറച്ച് പകരം 4 പാക്കറ്റ് ആട്ട 7 രൂപ നിരക്കിലാണ് ലഭിക്കുക. അരിയും ഗോതമ്പും സൗജന്യമാണ്. ഇതിനു പുറമെയാണ് 10 രൂപ 90 പൈസ നിരക്കിൽ ഇപ്പോൾ വില കൂടിയ 3 കിലോ അരി കൂടി ഉൾപ്പെടുത്തിയിട്ടുള്ളത്. നീല റേഷൻ കാർഡിലെ ഓരോ അംഗങ്ങൾക്കും 2 കിലോ വീതം അരി 4 രൂപ നിരക്കിലും 3 കിലോ അരി 10 രൂപ 90 പൈസ നിരക്കിലും 10 കിലോ അരി 26 രൂപ നിരക്കിലും ലഭിക്കുന്നതാണ്. 17 രൂപ നിരക്കിൽ 4 ആട്ടയുമുണ്ട്. വെള്ള റേഷൻ കാർഡിന് 7 കിലോ അരി 10 രൂപ 90 പൈസ നിരക്കിലും 2 കിലോ ഗോതമ്പ് 8 രൂപ 70 പൈസ നിരക്കിലും 10 കിലോ അരി 26 രൂപ നിരക്കിലും 17 രൂപ നിരക്കിൽ 4 ആട്ടയും ലഭിക്കും. ഇതാണ് റേഷൻ കടകളിലൂടെ ലഭിക്കുന്ന സാധനങ്ങൾ. ഇതിനു പുറമെ സപ്ലൈകോ ഓണം വിപണനം നടന്നുകൊണ്ടിരിക്കുകയാണ്. പുതുതായി മുൻഗണനാ റേഷൻ കാർഡായ മഞ്ഞ പിങ്ക് കാർഡ് ലഭിച്ച കുടുംബത്തിലെ എല്ലാ അംഗങ്ങളും റേഷൻ വിഹിതം കൃത്യമായി ലഭിക്കുന്നതിന് ആധാർ KYC മസ്റ്ററിംഗ് അടിയന്തരമായി പൂർത്തീകരിക്കേണ്ടതാണ്. ഏത് റേഷൻ കടകളിലെത്തിയും ഇത് പൂർത്തീകരിക്കാം. റേഷൻ കാർഡിൽ ഉൾപ്പെട്ട എല്ലാ അംഗങ്ങളും റേഷൻ കടകളിലെത്തി വിരൽ പതിച്ച് വേണം മസ്റ്ററിംഗ് പൂർത്തീകരിക്കാൻ. ഇല്ല എങ്കിൽ ആ റേഷൻ കാർഡിൽ ആ അംഗത്തിന്റെ വിഹിതം കട്ടാകുന്നതാണ്. 374 രൂപ 50 പൈസ വില വരുന്ന സാധനങ്ങൾ അടങ്ങിയ 229 രൂപയുടെ ശബരി സിഗ്നേച്ചർ കിറ്റ്, 1280 രൂപയുടെ സാധനങ്ങൾ അടങ്ങിയ 1000 രൂപയുടെ അത്തം ഓണക്കിറ്റ്, 1880 രൂപയുടെ സാധനങ്ങൾ അടങ്ങിയ 1500 രൂപയ്ക്ക് ലഭിക്കുന്ന ഉത്രാടം അടിപൊളി ഓണക്കിറ്റ്, 2540 രൂപ വില വരുന്ന സാധനങ്ങൾ അടങ്ങിയ 2000 രൂപയുടെ തിരുവോണം കിറ്റ്, ഇവയെല്ലാം എല്ലാ റേഷൻ കാർഡുള്ളവർക്കും സപ്ലൈകോ ഔട്ട്ലെറ്റുകളിലെത്തി വാങ്ങാവുന്നതാണ്. സപ്ലൈകോ സാധനങ്ങൾ വാങ്ങുന്ന സമയത്ത് കൂപ്പൺ ലഭിക്കും. കൂപ്പൺ പൂരിപ്പിച്ച് ബോക്സുകളിൽ നിക്ഷേപിക്കേണ്ടതാണ്. 1000 രൂപയുടെ സബ്സിഡി ഇതര സാധനങ്ങൾ വാങ്ങുമ്പോഴാണ് ഈ കൂപ്പൺ ലഭിക്കുന്നത്. ഈ കിറ്റ് അതിൽ ഉൾപ്പെടുന്നതാണ്. ഇതിൽ 1ാം സമ്മാനം ഹീറോയുടെ ഒരു മോട്ടോർ സൈക്കിൾ, 2ാം സമ്മാനം 2 പേർക്ക് വീതം 1/2 പവൻ വീതമാണ്, 3ാം സമ്മാനം 3 പേർക്ക് വാഷിംഗ് മെഷീനാണ്. ജില്ലാതല വിജയികൾക്ക് സ്മാർട്ട് ഫോണും ലഭിക്കുന്നതാണ്. വളരെ പ്രധാനപ്പെട്ട അറിയിപ്പ്. പന്നിയങ്കര ടോൾ പ്ലാസയിൽ പ്രാദേശികവാസികളുടെ ടോൾ വിഷയത്തിൽ വർഷങ്ങളായി തുടരുന്ന അനിശ്ചിതത്വത്തിന് പരിഹാരമായി സൗജന്യം നൽകില്ലെന്ന നിലപാടിൽ നിന്നും കമ്പനി പിന്മാറി. ടോൾ പ്ലാസയിലെ 7.5 കിലോമീറ്റർ പരിധിക്കുള്ളിലെ എല്ലാവർക്കും ഇനി സൗജന്യ യാത്ര അനുവദിക്കും. 5 പഞ്ചായത്തുകളിലെ താമസക്കാർക്കും തീരുമാനം ഉപകാരപ്പെടും. ഇന്നു മുതൽ 4 ചക്ര ഓട്ടോറിക്ഷകൾക്കും സൗജന്യം അനുവദിക്കും. പന്നിയങ്കരയിലെ ടോൾ പിരിവുമായി ബന്ധപ്പെട്ട് പ്രദേശവാസികൾ നേരിടുന്ന പ്രശ്നങ്ങൾ ചർച്ച ചെയ്യാൻ ജില്ലാ കളക്ടർ കെ സുധീറിന്റെ അധ്യക്ഷതയിൽ ചേർന്ന അവലോകന യോഗത്തിലാണ് തീരുമാനം. കെ രാധാകൃഷ്ണൻ MP, PP സുമോദ് MLA, TM ശശി MLA എന്നിവർ യോഗത്തിൽ പങ്കെടുത്തു. KSRTC പെൻഷൻകാർക്ക് 7 വർഷത്തിന് ശേഷം ഉത്സവ ഭത്ത ലഭിക്കും. 1250 രൂപയാണ് ഉത്സവ ഭത്ത നൽകുക. പെൻഷൻ സംഘടനയുമായി PWDA മന്ത്രി നടത്തിയ കൂടിക്കാഴ്ചയിലാണ് ഉത്സവ ഭത്ത നൽകുമെന്ന ഉറപ്പ് ലഭിച്ചത്. 2018 പ്രളയത്തെ തുടർന്ന് KSRTC പെൻഷൻകാർക്ക് തങ്ങളുടെ ഉത്സവ ഭത്ത മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് സ്വമേധയാ നൽകണമെന്നായിരുന്നു പിണറായി വിജയൻ ഗവൺമെന്റ് തീരുമാനിച്ചിരുന്നത്. അതേ തുടർന്ന് അതങ്ങനെ നൽകുകയായിരുന്നു. തുടർന്ന് ഉത്സവ ഭത്ത പിന്നീടുള്ള വർഷങ്ങളിൽ ലഭിച്ചിരുന്നില്ല. ഇത്തവണയാണ് ഇതിനൊരു മാറ്റം ഉണ്ടാകുന്നത്. സംസ്ഥാനത്ത് ഇന്നും സ്വർണ്ണവില വർദ്ധിച്ചു. ഇന്ന് പവന് 760 രൂപ കൂടി 1,13,560 രൂപയായി. പറഞ്ഞ കാര്യങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാണെന്ന് കരുതുന്നു. ഇതുപോലുള്ള ഇൻഫർമേഷനുകൾക്ക് ഫോളോ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു വീഡിയോയുമായി നമുക്ക് കാണാം. ബൈ.